വെൽക്കം ടു നിർഭാഗ്യത പാർട്ട് 2 ഗൈസ്. ചീവീട് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അവോയ്ഡ് ഇട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ജോലിക്ക് അപേക്ഷ കൊടുത്തു, ആരും ജോലിക്ക് വിളിച്ചില്ല. എംകോമിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമാണ്, എനിക്ക് അറിഞ്ഞൂടാ, എന്നെ വിളിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബാങ്ക് കോച്ചിങ്ങിന് പോയി. ഇനി ഒരു ബാങ്ക് ഓഫീസർ ആവാമെന്ന് കരുതി. അത് കേരളാസ് ബെസ്റ്റ് ബാങ്ക് കോച്ചിങ് കൊല്ലം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊല്ലത്തെ ബാങ്ക് കോച്ചിങ്ങിന് പോയി. പക്ഷെ പ്രതീക്ഷിച്ച പോലെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇനി അടുത്തൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയി. ഇതൊരു കുഞ്ഞു കാര്യം കേട്ടോ. വളരെ ആറ്റുനോറ്റിരുന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ കല്യാണം വിളിച്ചു. അപ്പം അവളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഇത്ര വലുതായിട്ട്, +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വലുതായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അതായത് തലേന്ന് അവളുടെ വീട്ടിൽ ചെന്ന് ഹൽദി, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവളെക്കാട്ടിലും എക്സൈറ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പുതിയൊരു സാരിയൊക്കെ വാങ്ങിച്ചു. സാരി കൊടുത്തു പോകണം. എൻ്റെ കയ്യിലൊരു സ്ട്രെയിറ്റ്നർ ഉണ്ട്, അപ്പം മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കണ്ണട വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ലെൻസ് വാങ്ങിച്ചു. അപ്പം ഞാൻ ലെൻസൊക്കെ വെച്ച് കണ്ണടയൊന്നും ഇല്ലാതെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് സാരിയൊക്കെ കൊടുത്തു പോകണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയപ്പോൾ തൊട്ട് വയറിളക്കം പിടിച്ചു ഗൈസ്. ഇങ്ങനെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവളുടെ പപ്പ എന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത്, പിന്നെ ഞാൻ ഒരു വിധത്തിൽ നമ്മൾ അവളുടെ എൻഗേജ്മെൻറ്റ് കൂടി. ഞാൻ മേടിച്ച ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ ചുണ്ടാണ് കറുത്തിരിക്കുന്നുണ്ട് ആ സീരിയലെന്ന്, ആ ഫോട്ടോയിൽ. ഇതൊക്കെ നിർഭാഗ്യത എന്നല്ലാതെ എന്തു പറയാൻ, ഒരാവശ്യമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഈ ഡിസ്കല്ല, എൻ്റെ ഒരു സിനിമയല്ല, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു നിർഭാഗ്യതയെ പറ്റിയിട്ട്. അപ്പോൾ ബൈ ഗൈസ്.